നമസ്കാരം. മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാണ്ഡു, ധൃതരാഷ്ട്രർ, വിതുരർ, വ്യാസപുത്രന്മാരായ ഇവരുടെ ചരിത്രം, എങ്ങനെയാണ് ജനിച്ചത്, ഇവരുടെ വിവാഹം, ഇതൊക്കെ കഴിഞ്ഞ അധ്യായങ്ങളിൽ വിശദീകരിച്ചു. ധൃതരാഷ്ട്രർ അർത്ഥത്തിൻ്റെയും പാണ്ഡു കാമത്തിൻ്റെയും വിതുരർ ധർമ്മത്തിൻ്റെയും പ്രതീകമായി ഇതിഹാസത്തിൽ നിലകൊള്ളുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി പാണ്ഡുവിൻ്റെയും കൗരവരുടെയും വംശപരമ്പര എങ്ങനെയാണ് അഭിവൃദ്ധിപ്പെട്ടത്? ധൃതരാഷ്ട്രർക്ക് 100 പുത്രന്മാർ ഗാന്ധാരിയിൽ ജനിച്ചു. വൈശ്യസ്ത്രീയിൽ ഒരു പുത്രനും ജനിച്ചു. അങ്ങനെ 101 പുത്രന്മാർ കൗരവന്മാർ. അതുകൂടാതെ ദുശ്ശള എന്ന പെൺകുട്ടിയും ഗാന്ധാരിക്കുണ്ടായി. ആദ്യം ഈ 100 പേരുടെ ജനന കഥ നമുക്ക് പറഞ്ഞു തരികയാണ് ഇതിഹാസകാരൻ. ക്ഷുക്ഷ്രമാഭിപരിഗ്ലാനം ദ്വൈപായനമുപസ്ഥിതം തോഷയാമാസ ഗാന്ധാരി വ്യാസസ്തസ്യൈ വരം ദദൗ സാവവ്രേ സദൃശം ഭർത്തു പുത്രാണാം ശതമാത്മനഃ. ഒരിക്കൽ ഇതിഹാസകാരനായ വേദവ്യാസൻ ഹസ്തിനപുരത്തിലേക്ക് വന്നു ചേർന്നപ്പോൾ വളരെയധികം ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും വലഞ്ഞ് എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഗാന്ധാരി വേണ്ടതുപോലെ സ്വീകരിച്ച് ശുശ്രൂഷിച്ചു. ഭക്ഷണം മുതലായവയൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. സന്തുഷ്ടനായ വ്യാസഭഗവാൻ ഗാന്ധാരിക്ക് ഭർത്താവായ ധൃതരാഷ്ട്രർക്ക് സമനായ 100 പുത്രന്മാർ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹവും കൊടുത്തു. തതക്കാലേന സാഗർഭം ധൃതരാഷ്ട്രാദാഗ്രഹീത് സംവത്സരദ്വയം തം തു ഗാന്ധാരീ ഗർഭമാഹിതം അപ്രജാധാരയാമാസ തതസ്താം ദുഃഖമാവിശൽ ശ്രുത്വാ കുന്ദീസുതം ജാതം ബാലാർക്കസമതേജസം. കാലം ചെന്നപ്പോൾ ഗാന്ധാരി ഗർഭം ധരിച്ചു. പക്ഷേ സമയമായിട്ടും പുത്രൻ ജനിക്കുന്നില്ല. ഗാന്ധാരി വല്ലാതെ വിഷമിച്ചു. ഈ സമയത്താണ് കാട്ടിൽ നിന്ന് ചില ദൂതന്മാർ വഴി പാണ്ഡുവിന് കുന്തിദേവിയിൽ തേജോമയനായിരിക്കുന്ന ഒരു പുത്രൻ ജനിച്ചു എന്ന വാർത്ത കേട്ടത്. ഇത് കൂടുതൽ ഗാന്ധാരിയെ ദുഃഖിതയാക്കി. തനിക്കൊരു പുത്രൻ ഉണ്ടാകുന്നതിന് മുമ്പേ തൻ്റെ ഭർത്താവിൻ്റെ അനുജന്റെ ധർമ്മപത്നിക്ക് പുത്രൻ ജനിച്ചു എന്നത് ഗാന്ധാരിയിൽ ഉണ്ടാക്കിയ വിഷമം. അതിൻ്റെ സൂക്ഷ്മമായ കാരണം ഇനിയുള്ള ഗാന്ധാരി പുത്രന്മാർ ജനിക്കുന്ന സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട് മഹാഭാരതം. യഥാർത്ഥത്തിൽ ധൃതരാഷ്ട്രർ അന്ധനാണ്. അദ്ദേഹത്തിന് രാജ്യം ഭരിക്കാൻ അവകാശമില്ല. അന്ധനായ രാജാവ് രാജ്യം ഭരിക്കുന്നത് ഒരിക്കലും യുക്തി അല്ലാത്തത് കൊണ്ടാണ് പാണ്ഡുവിനെ രാജാവാക്കിയത്. ഇനി ധൃതരാഷ്ട്രർക്ക് ഒരു പുത്രൻ ജനിച്ചു കഴിഞ്ഞാൽ ആ പുത്രന് ഈ രാജ്യാവകാശം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷ അതും ഇപ്പോൾ വിഫലമായിരിക്കുകയാണ്. കാരണം കുന്തിദേവിക്ക് പുത്രൻ ജനിച്ചിരിക്കുന്നു. അപ്പോൾ പ്രായം കൊണ്ട് മൂത്തവൻ കുന്തിപുത്രനാണ്. അപ്പോൾ തീർച്ചയായും രാജ്യാവകാശം കുന്തിപുത്രന് തന്നെ ലഭിക്കും. ഉദരസ്യാത്മന സ്ഥൈര്യമുപലഭ്യാന്വചിന്തയൽ അജ്ഞാതം ധൃതരാഷ്ട്രസ്യ യത്നേന മഹതാ തതഃ സോദരം ഘാതയാമാസ ഗാന്ധാരി ദുഃഖമൂർച്ഛിത തതോ ജജ്ഞേ മാംസവേശി ലോഹാഷ്ഠീലേവ സംഘത. എത്രയായിട്ടും തൻ്റെ ഉദരത്തിലുള്ളതായ കുഞ്ഞ് എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത് എന്ന് ചിന്തിച്ച് ദുഃഖിതയായി ഗാന്ധാരി സമയമായിട്ടും ഉദരത്തിൽ നിന്ന് ആ പുത്രൻ പുറത്തു വരാത്തതിലുള്ളതായ അമർഷം കൊണ്ടും ദുഃഖം കൊണ്ടും ആ കല്ലുപോലെ ഉറച്ചിരിക്കുന്ന ഉദരത്തിൽ ആഞ്ഞടിച്ചു. ഈ ആഘാതത്തിൻ്റെ ഫലമായി ഗാന്ധാരിയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു
മാംസപിണ്ഡമാണ്. ദ്വിവർഷ സംഭൃത കുക്ഷൗ താമുത്സ്രഷ്ടും പ്രചക്രമേ അഥദ്വൈപായനോ ജ്ഞാത്വാ ത്വരിത സമുപാഗമത്. 2 വർഷമാണ് ഗാന്ധാരി ഉദരത്തിൽ ആ കുഞ്ഞിനെ ധരിച്ചത്. മാംസപിണ്ഡം പുറത്തേക്ക് വന്നു. ആ നിമിഷം തന്നെ ത്രികാലജ്ഞാനിയായ വ്യാസഭഗവാൻ അവിടെ എത്തിച്ചേർന്നു. വ്യാസനാണല്ലോ ഗാന്ധാരിക്ക് അനുഗ്രഹം കൊടുത്തത് 100 പുത്രന്മാരുടെ അമ്മയായി തീരട്ടെ എന്ന്. താംസ മാംസമയീം പേശീം ദദർശ ജപതാംബര തതോ ബ്രവീൽ സൗബലേയീം കിമിദം തേ ചികീർഷിതം. ആ മാംസപിണ്ഡത്തെ കണ്ട് വ്യാസഭഗവാൻ ഗാന്ധാരിയോട് എന്താണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധാരിയാകട്ടെ വിലപിക്കുകയാണ്, അങ്ങ് തന്ന അനുഗ്രഹം വിഫലമായി പോയില്ലേ എന്ന്. ജ്യേഷ്ഠം കുന്തീസുതം ജാതം ശ്രുത്വാ രവിസമപ്രഭം ദുഃഖേന പരമേണേദമുദരം ഖാതിതം മയാ. എന്തിനാണ് ഇങ്ങനെ ഉദരത്തിൽ ആഞ്ഞടിച്ചത് എന്ന ചോദ്യത്തിന് ഗാന്ധാരി ഉത്തരം പറയുന്നത്, ജ്യേഷ്ഠം കുന്തീസുതം ജാതം ശ്രുത്വാ. രവിസമപ്രഭനായിരിക്കുന്ന ഒരു പുത്രൻ കുന്തിക്ക് ജനിച്ചു എന്ന് കേട്ടിട്ട് ആ ദുഃഖം കൊണ്ട് അത് സഹിക്കവയ്യാതെയാണ് ഞാൻ എൻ്റെ ഉദരത്തിൽ ആഞ്ഞടിച്ചത് എന്ന് ഉത്തരം പറയുന്നു. ശതം ച കില പുത്രാണാം വിതീർണം മേ ത്വയാ പുരാ യം ച മേ മാംസപേശി ജാതാ പുത്രശതായ വൈ. 100 മക്കൾ ഉണ്ടാകുമെന്ന് അങ്ങ് തന്നെയാണ് അനുഗ്രഹം തന്നത്. എന്നിട്ട് ഇപ്പോഴോ വെറുമൊരു മാംസപിണ്ഡമാണ് എനിക്ക് ജനിച്ചിരിക്കുന്നത്. ദുഃഖത്തോടുകൂടി ഇങ്ങനെ പറയുന്ന ഗാന്ധാരിയെ വ്യാസഭഗവാൻ സമാധാനിപ്പിച്ചു. വിതഥം നോക്രപൂർവം മേ സ്വൈരേഷ്വപി കുതോന്യഥാ ഹൃതപൂർണം കുണ്ഡശതം ക്ഷിപ്രമേവ വിധീയതാം സുഗുപ്തേഷു ച ദേശേഷു രക്ഷാ ചൈവ വിധീയതാം ശീതാഭിരദ്ഭിരഷ്ഠീലാമിമാം ച പരിഷേചയ. അല്ലയോ ഗാന്ധാരി, എൻ്റെ വാക്കുകൾ ഒരിക്കലും വിഫലമായി തീരുകയില്ല. അതുകൊണ്ട് 100 കുംഭങ്ങൾ കൊണ്ടുവരൂ എന്ന് വ്യാസഭഗവാൻ ആജ്ഞാപിച്ചു. ഈ മാംസപിണ്ഡത്തെ ശുദ്ധജലം കൊണ്ട് കഴുകി ആ നിമിഷം തന്നെ അത് 100 ഖണ്ഡങ്ങളായി നുറുങ്ങി. ഈ 100 ഖണ്ഡങ്ങളെയും 100 കുംഭങ്ങളിലാക്കി വ്യാസൻ. എന്നിട്ട് സുഗുപ്തേഷു ച ദേശേഷു രക്ഷാ ചൈവ വിധീയതാം, രഹസ്യമായൊരു സ്ഥാനത്ത് ഈ കുംഭങ്ങൾ സൂക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു. സാസിച്യമാനാ ത്വഷ്ഠീലാ ബഭൂവ ശതഥാ തദാ അങ്കുഷ്ഠപർവമാത്രാണാം ഗർഭാണാം പൃഥഗേവതു. അങ്കുഷ്ഠത്തിന്റെ വലുപ്പത്തിലുള്ളതായ ഈ 100 ഖണ്ഡങ്ങൾ നെയ് നിറച്ച 100 കുംഭങ്ങളിലാക്കി സുരക്ഷിതമാക്കി ഏകാന്തമായ സ്ഥാനത്ത് സംരക്ഷിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു വേദവ്യാസൻ. ഏകാധിശതം പൂർണം യഥാ യോഗ്യം വിശാംപദേ മാംസപേശ്യാസ്തദാ രാജൻ ക്രമശകാലപര്യയാൽ തതസ്താംസ്തേഷു കുണ്ടേഷു ഗർഭാനവദധേ തദാ സ്വനുഗുപ്തേഷു ദേശേഷു രക്ഷാം വൈ വ്യദധാത്തതഃ ശശംസ ചൈവ ഭഗവാൻ കാലേനൈതാവതാ പുനഃ ഉദ്ഘാടനീയാന്യേതാനി കുണ്ടാനീതി ച സൗബലീം ഇത്യുക്ത്വാ ഭഗവാൻ വ്യാസസ്തഥാ പ്രതിനിധായ ച ജഗാമ തപസേ ധീമാൻ ഹിമവന്തം ശിലോച്ചയം. കാലം വരുമ്പോൾ മാത്രമേ ഈ കുംഭം തുറക്കാവൂ എന്ന് പ്രത്യേകം ഗാന്ധാരിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വ്യാസഭഗവാൻ അവിടെ നിന്ന് യാത്രയായി എന്നാണ് കഥ. അപ്പോൾ ഈ ജലമൊഴിച്ച ഉടനെ തന്നെ ഈ മാംസപിണ്ഡം 100 പിന്നെ അങ്കുഷ്ഠ പരിമാണത്തിലുള്ളതായ ഒരു ഖണ്ഡവുമായി നുറുങ്ങുകയാണ് ഉണ്ടായത്. ഈ 101 മാംസഖണ്ഡങ്ങളെ 101 കുംഭങ്ങളിലാക്കി സൂക്ഷിച്ചു വെച്ചു. ഈ 101ാമത്തെ മാംസപിണ്ഡം എങ്ങനെയാണ് ഒരു പെൺകുട്ടിയായി മാറിയത് എന്നത് പിന്നീടാണ്
നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തദാഖ്യാതം തു ഭീഷ്മായ വിദുരായ ച ധീമതേ യസ്മിന്നഖനി ദുർധർഷോ ജജ്ഞേ ദുര്യോധനസ്തദാ ജജ്ഞേ ക്രമേണ ചൈതേന തേഷാം ദുര്യോധനോ നൃപ ജന്മതസ്തു പ്രമാണേന ജ്യേഷ്ഠോ രാജാ യുധിഷ്ഠിര. അപ്പോൾ ഇങ്ങനെ ക്രമത്തിൽ ഓരോ കുംഭങ്ങൾ തുറന്ന് ഓരോരോ കുട്ടികളുണ്ടായി. ആദ്യം ഉണ്ടായത് ദുര്യോധനാണ്. പക്ഷെ അതിനു മുമ്പേ തന്നെ കുന്തിദേവിക്ക് യുധിഷ്ഠിരൻ ജനിച്ചു എന്നുള്ളതിനാൽ രാജ്യത്തിൻ്റെ അവകാശി യുധിഷ്ഠിരനാണ് എന്ന് ഒരു തർക്കവുമില്ലാതെ ഭീഷ്മർ, വിതുരർ മുതലായ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. യുധിഷ്ഠിരോ രാജപുത്രോ ജ്യേഷ്ഠോ ന കുലവർദ്ധന പ്രാപ്തസ്വഗുണതോ രാജ്യം ന തസ്മിൻ വാച്യമസ്തി ന അയം ത്വനന്തരസ്തസ്മാദഭിരാജാ ഭവിഷ്യതി ഏതദ് വിബ്രൂതമേ തഥ്യം യദത്ര ഭവിതാ ധ്രുവം. അപ്പോൾ ഈ ജനന സമയത്ത് തന്നെ കുരുവംശീയരായിരിക്കുന്ന ഗുരുതുല്യരായ പിതാമഹാദികൾ തീരുമാനിച്ചതാണ് ജനനം കൊണ്ട് മൂത്തവൻ യുധിഷ്ഠിരനാണ്, അതുകൊണ്ട് ഈ ഹസ്തിനപുരത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശി യുധിഷ്ഠിരൻ തന്നെ എന്നുള്ള കാര്യം. വാക്യസ്യൈതസ്യ നിധനേ ദിക്ഷു സർവാസു ഭാരത ക്രവ്യാദ പ്രാണദൻ ഘോരാ ശിവാശ്ചാ ശിവശംസിന ലക്ഷയിത്വാ നിമിത്താനി താനി ഘോരാണി സർവശ തേ ബ്രുവൻ ബ്രാഹ്മണാ രാജൻ വിദുരശ്ച മഹാമതിഹി. ഈ ദുര്യോധനൻ കുംഭം തുറന്ന് പുറത്തു വന്ന സമയത്ത് അനവധി ദുർനിമിത്തങ്ങൾ പ്രകൃതിയിലുണ്ടായി. ആ ദുർനിമിത്തങ്ങളെല്ലാം കണ്ട് അവിടെയുള്ളവരായിരിക്കുന്ന പണ്ഡിതശ്രേഷ്ഠന്മാരും വിതുരരും ഈ ദുര്യോധനന്റെ ജന്മം അത് ഈ രാജ്യത്തിന് തന്നെ ആപത്താണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. യഥേമാനി നിമിത്താനി ഘോരാണി മനുജാധിപ ഉദ്ധിതാനി സുതേജാതേ ജ്യേഷ്ഠേ തേ പുരുഷർഷഭ വ്യക്തം കുലാന്തകരണോ ഭവിതൈഷ സുതസ്തവ തസ്യ ശാന്തി പരിത്യാഗേ ഗുപ്താവപനയോ മഹാൻ. വിതുരർ പറയുന്നത് ഈ ദുർനിമിത്തങ്ങളൊക്കെ കാണുമ്പോൾ ആദ്യം ജനിച്ച ഈ പുത്രൻ ദുര്യോധനൻ തീർച്ചയായും ഈ കുലത്തിന് തന്നെ നാശം വരുത്തും എന്നാണ് ഈ നിമിത്തങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആരും അറിയാതെ ഈ പുത്രനെ ഉപേക്ഷിക്കുകയാണ് ഈ കുലം നിലനിൽക്കാൻ ഏറ്റവും ഉത്തമമായിരിക്കുന്ന കർത്തവ്യം എന്ന് വിതുരർ ഉപദേശിക്കുന്നു. ശതമേകോനമപ്യസ്തു പുത്രാണാം തേ മഹീപതേ ത്യജൈനമേകം ശാന്തിം ചേത് കുലസ്യേച്ഛസി ഭാരത. ഈ ഒരു കുഞ്ഞിനെ പരിത്യജിച്ചാലും 99 പുത്രന്മാർ അങ്ങേക്കുണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരൊറ്റ പുത്രനെ പരിത്യജിക്കുന്നതിലൂടെ ഈ രാജ്യം നിലനിൽക്കുമെങ്കിൽ, ഈ വംശത്തിന് വരാൻ പോകുന്നതായ ആ ദോഷങ്ങൾ ഒഴിവാകുമെങ്കിൽ അതല്ലേ ഉചിതമായി ചെയ്യേണ്ടത് എന്ന് വിതുരൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഏകേന ഗുരുവൈ ക്ഷേമം കുലസ്യ ജഗതസ്തഥാ ത്യജേദേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേൽ. ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജേൽ സ തഥാ വിദുരേണോക്തസ്ഥൈശ്ച സർവൈ ദ്വിജോത്തമൈഹി. വിതുരന്റെ ഈ വാക്യം വളരെ പ്രസിദ്ധമാണ്. ഒരു കുലത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പുത്രനെ പരിത്യജിക്കാം, ഒരു വ്യക്തിയെ പരിത്യജിക്കാം. ഒരു ഗ്രാമത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുലത്തെ തന്നെ പരിത്യജിക്കാം. ഒരു ജനപദത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രാമത്തെ തന്നെ പരിത്യജിക്കാം. ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി, ആത്മാവിന് ഉദ്ഗതി ലഭിക്കുന്നതിന് വേണ്ടി അതിന് തടസ്സമാകുന്നത് ശരീരമാണ്, ഭൂമിയാണ് എങ്കിൽ ആ ഭൂമിയെ തന്നെ പരിത്യജിക്കണം. ഇങ്ങനെയുള്ള വിതുരന്റെ ഉക്തി കേട്ടിട്ടും ന ചകാര തഥാ രാജ പുത്രസ്നേഹ സമന്വിത തത പുത്രശതം പൂർണ്ണം ധൃതരാഷ്ട്രസ്യ പാർത്ഥിവ. തൻ്റെ പുത്രനോടുള്ളതായ സ്നേഹം നിമിത്തം ധൃതരാഷ്ട്രക്ക് ഈ വിതുരരുടെ ഉപദേശമൊന്നും ചെവിക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ
ഒരു കഥാബിന്ദുവാണ് യഥാർത്ഥത്തിൽ ഈ ദുര്യോധനാദികൾ ജനിച്ച സമയത്ത് വിതുരർ കൊടുക്കുന്ന ഉപദേശവും ആ ഉപദേശത്തെ ധൃതരാഷ്ട്രർ നോക്കിക്കാണുന്ന രീതിയും. യഥാർത്ഥത്തിൽ പുത്രസ്നേഹം കൊണ്ട് തൻ്റെ പുത്രനെ പരിത്യജിക്കാത്ത ധൃതരാഷ്ട്രരോട് നമുക്ക് സഹതാപം തോന്നാം, ബഹുമാനം തോന്നാം, അദ്ദേഹം ചെയ്തത് ശരിയാണ് എന്ന് തോന്നാം. പക്ഷേ ധൃതരാഷ്ട്രർ വെറും ഒരു അച്ഛൻ മാത്രമല്ല, ആ സമയത്ത് ഒരു രാജ്യത്തെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളാണ്. പാണ്ഡു നാട്ടിലില്ല. അങ്ങനെ വരുമ്പോൾ ആ രാജകുലത്തിൽ 100 പുത്രന്മാർ ജനിക്കുന്ന വേളയാണ്. അതിൽ ആദ്യത്തെ പുത്രൻ ജനിച്ചു. പിന്നീട് തുടരെ തുടരെ ഓരോ കുംഭങ്ങളിൽ നിന്നും ഓരോരോ പുത്രന്മാരായി ജനിക്കുന്നു. ഒരു മാംസപിണ്ഡമാണ് യഥാർത്ഥത്തിൽ ഗാന്ധാരിയിൽ നിന്ന് പുറത്തു വന്നത്. ഇതിഹാസകാരനായ വേദവ്യാസന്റെ അനുഗ്രഹത്താൽ ആ മാംസപിണ്ഡം 100 ഖണ്ഡങ്ങളാക്കി വിഭജിച്ച് 100 കുംഭങ്ങളിലാക്കി ശേഷം വന്ന അങ്കുഷ്ട പരിമാണത്തിലുള്ളതായ ഒരു മാംസപിണ്ഡത്തെ മറ്റൊരു കുംഭത്തിലാക്കി അതൊരു പെൺകുട്ടിയായി മാറി എന്നാണ് ഇനി നാം കഥ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 100 പുത്രന്മാർ ജനിക്കുമ്പോൾ അതിൽ ആദ്യത്തെ പുത്രൻ ജനിച്ച സമയത്ത് പ്രകൃതിയിൽ ഉണ്ടായ ദുർനിമിത്തങ്ങൾ കണ്ട് വിതുരൻ ഉപദേശിച്ച ആ രാജ്യ നന്മയ്ക്ക് വേണ്ടിയുള്ളതായ വാക്കുകളെ ധൃതരാഷ്ട്രർ ചെവിക്കൊണ്ടില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പുത്രസ്നേഹമാണ് മഹാഭാരതമെന്ന ഘോരമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാജ്യം ഭരിക്കുന്ന രാജാവ് തൻ്റെ പ്രജകളോടുള്ള ധർമ്മത്തെക്കാൾ രാജ്യപരിപാലനത്തിലുള്ള നീതി, ധർമ്മ, വ്യവഹാരത്തിൻ്റെ ആ പ്രസക്തി ഒന്നും കണക്കിലെടുക്കാതെ സ്വന്തം പുത്രനോടുള്ള അന്ധമായ സ്നേഹം നിമിത്തം ഈ പറഞ്ഞതായ എല്ലാ ധർമ്മനീതികളെയും പരിത്യജിക്കുന്ന ഒരവസ്ഥ ഈ ധൃതരാഷ്ട്രർക്കുണ്ടാവുന്നു. ഇത് അന്ധമായ ഈ സ്നേഹഭാവം കൊണ്ടാണ്. വിതുരരുടെ ഈ ഉപദേശം വളരെ കാലിക പ്രസക്തിയുള്ളതാണ്. ഒരു രാഷ്ട്രത്തെ, ഒരു സമൂഹത്തെ നീതിന്യായ വ്യവസ്ഥയിലൂടെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണാധികാരി ആ പ്രജകളുടെ നികുതിപ്പണം കൊണ്ടാണ് സുഖസൗകര്യത്തോടുകൂടി ജീവിക്കുന്നത്. അങ്ങനെയുള്ളതായ ഒരു ഭരണാധികാരി ആ പ്രജകളോട് നിറവേറ്റേണ്ടതായ ചില കർത്തവ്യങ്ങളുണ്ട്. ആ കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന സമയത്ത് പലപ്പോഴും സ്വാർത്ഥമായിരിക്കുന്ന സുഖങ്ങളെ പരിത്യജിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാവും. ആ സ്വാർത്ഥതയെ പരിത്യജിച്ച് പ്രജാഹിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിലനിൽക്കേണ്ടവരാണ് ഭരണാധികാരികൾ. ആ സമയത്ത് ഇവിടെ ധൃതരാഷ്ട്രര് വിതുരരുടെ ഉപദേശത്തെ തള്ളിക്കളയുന്നു. ഇത്ര കാലമായി മക്കളില്ലാതെ വിഷമിച്ച് വ്യാസഭഗവാന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ 100 മക്കൾ ജനിച്ചല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുമ്പോൾ അതിൽ മൂത്തവനെ പരിത്യജിക്കണം എന്ന ഉപദേശത്തെ ചെവിക്കൊള്ളാൻ തയ്യാറാവാത്ത ധൃതരാഷ്ട്രരുടെ പ്രവൃത്തിയെ നമുക്കൊരിക്കലും തെറ്റ് എന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹം ആ സമയത്ത് പുത്രസ്നേഹത്താൽ എടുത്ത തീരുമാനം രാജ്യത്തിന് അഹിതമായിരുന്നു. വരാൻ പോകുന്നതായ കാലത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില ആപത്തുകളെ പ്രകൃതി സൂചിപ്പിച്ചപ്പോൾ ആ സൂചനകളെ വ്യക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് വിതുരൻ പറയുന്നത്, ഏകേന കുരുവൈ ക്ഷേമം കുലസ്യ ജഗതസ്തഥാ ത്യജേദേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേൽ ഗ്രാമം ജനപദസ്യാർത്ഥേ ആത്മാർത്ഥേ പൃഥിവീം ത്യജേൽ. ഒരു വ്യക്തിയെ കുലത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ത്യജിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ പരിത്യജിക്കണം. ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ ഒരു കുലത്തെ തന്നെ ചിലപ്പോൾ പരിത്യജിക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അത് ചെയ്യണം. ഇനി ഒരു ജനപദത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രാമത്തെ തന്നെ ചിലപ്പോൾ പരിത്യജിക്കേണ്ടി വരും. ആത്മാവിന് ഉന്നതി ഉണ്ടാകുന്നതിന് വേണ്ടി, ആത്മസാക്ഷാത്കാരത്തിന് ശരീരം തടസ്സമാകുമ്പോൾ, അല്ലെങ്കിൽ
ഭൗതികമായ സുഖങ്ങൾ തടസ്സമാകുമ്പോൾ ആ ഭൂമിയെ തന്നെ പരിത്യജിക്കണം എന്നാണ് വിദുരോപദേശം. ഇത് ഒരു രാജാവിന് കൊടുക്കുന്ന ഉപദേശമാണ്, ഒരു ഭരണാധികാരിക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അപ്പോൾ ധൃതരാഷ്ട്രര് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആദ്യമായി പരാജയപ്പെട്ട നിമിഷമാണ് യഥാർത്ഥത്തിൽ ഈ വിദുരോപദേശത്തെ തള്ളിക്കളഞ്ഞ ഈ സന്ദർഭം. ഇങ്ങനെ ന ചകാര തഥാ രാജ പുത്രസ്നേഹസമന്വിത തത പുത്രശതം പൂർണ്ണം ധൃതരാഷ്ട്രസ്യ പാർത്ഥിവ മാസമാത്രേണ സംജജ്ഞേ കന്യാ ചൈകാ ശതാധിക ഗാന്ധാര്യാ ക്ലിശ്യമാനായാമുദരേണ വിവർദ്ധത ധൃതരാഷ്ട്രം മഹാരാജം വൈശ്യാ പര്യചരത് കില തസ്മിൻ സംവത്സരേ രാജൻ ധൃതരാഷ്ട്രാൻ മഹായശാഹ. ഈ ഗാന്ധാരി ഗർഭം ധരിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ധനായ ധൃതരാഷ്ട്രരെ പരിചരിച്ചത് ഒരു വൈശ്യസ്ത്രീയാണ്. ആ കാലത്താണ് ധൃതരാഷ്ട്രക്ക് വൈശ്യസ്ത്രീയിൽ ഒരു പുത്രൻ ജനിച്ചത്. അവന്റെ പേരാണ് യുയുത്സു. ഏവം പുത്രശതം ജജ്ഞേ ധൃതരാഷ്ട്രസ്യ ധീമത മഹാരഥാനാം വീരാണാം കന്യാചൈകാ ശതാധിക. 100 പുത്രന്മാർ, അതുകൂടാതെ വൈശ്യസ്ത്രീയിൽ യുയുത്സു, ഈ 100 കൗരവന്മാർക്ക് ഏക സഹോദരിയായി ദുശ്ശളയും ജനിച്ചു. ധൃതരാഷ്ട്രസ്യ പുത്രാണാമാദിത കഥിതം ത്വയാ ഋഷേ പ്രസാദാത്തു ശതം നച കന്യാ പ്രകീർത്തിത. ഈ വ്യാസഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഗാന്ധാരിക്ക് 101ാമത് ഒരു മാംസപിണ്ഡം ശേഷിച്ചപ്പോൾ എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചു. ഗാന്ധാരി പറഞ്ഞത് ഇവർക്കൊക്കെ കൂടി ഒരു സഹോദരി ഉണ്ടായാൽ എത്ര നന്നായി എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എന്ന് പറയുകയുണ്ടായി. ആ ആഗ്രഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് വ്യാസൻ അനുഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെയാണ് 101ാമത് ദുശ്ശള പുത്രിയായി ജനിച്ചത്. പിന്നീട് ഏകാ ശതാധികാ ബാല ഭവിഷ്യതി കനീയസി തതോ ദൗഹിത്രജാലോകാദബാഹ്യോസൗ പതിർമമ. വ്യാസഭഗവാൻ അനുഗ്രഹിച്ച് 101ാമത്തത് പുത്രിയായി തീരും എന്ന് ആ കൗരവ വംശത്തെ തന്നെ വേണ്ടതുപോലെ അനുഗ്രഹിച്ച് അവിടുന്ന് യാത്രയാവുകയാണ്. നമ്മളിവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ വളരെ പ്രധാനപ്പെട്ടതായ കഥാപാത്രങ്ങളുടെ ജനനമാണ് ഇവിടെ പറയുന്നത്. ദുര്യോധനൻ, ദുശാസനം മുതലായിരിക്കുന്ന കൗരവന്മാര്, അവരുടെ സഹോദരിയായ ദുശ്ശള, വൈശ്യസ്ത്രീയിൽ ധൃതരാഷ്ട്രക്ക് ജനിച്ച യുയുത്സു, ഇവരൊക്കെ ഈ ഇതിഹാസത്തിലെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഇവരുടെ ജനനത്തിന് കാരണമായിരിക്കുന്നതോ ഈ ഇതിഹാസം നമുക്ക് പകർന്നു തന്ന ഇതിൻ്റെ രചയിതാവായ, ഇതിൻ്റെ സൃഷ്ടികർത്താവായ വ്യാസഭഗവാൻ തന്നെ. അപ്പോൾ കഥാകൃത്ത് കഥയിലേക്ക് പ്രവേശിക്കുന്ന, കഥയിൽ വന്ന് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗത്ത് അതിന് സാക്ഷ്യം വഹിച്ച ആ രംഗത്തെ തന്നെയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ദുര്യോധനാദികളുടെ പേരുകൾ മൂത്തവരാര്, അതിന് താഴെ താഴെ ആരൊക്കെയാണ് എന്ന് വ്യക്തമായി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ പേരുകളും വിശദമായി വൈശമ്പായനൻ പറയുകയാണ്. നമുക്കും ആ പേര് വെറുതെ ഒന്ന് കേൾക്കാം. ഈ പേരിങ്ങനെ ഉച്ചരിച്ചത് കൊണ്ട് വലിയ മഹത്വമൊന്നുമില്ല. പലപ്പോഴും കാണാറുണ്ട് ഈ ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരുടെ പേരുകൾ. ആ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രാധാന്യമുള്ള, നാമം കൊണ്ട് തന്നെ മഹത്വമുള്ള പേരുകളൊന്നുമല്ല. എങ്കിലും ഈ 100 പേരുടെ പേര് വ്യക്തമായി എടുത്ത് പറയുകയാണ് ചോദിച്ചപ്പോൾ, ആ ക്രമം മനസ്സിലാക്കാൻ വേണ്ടി. മഹാഭാരത യുദ്ധത്തിൽ ഈ പേര് പോലും ഓർക്കാൻ കഴിയാത്ത വിധം ഇവരെയൊക്കെ ഭീമസേനാണ് വധിക്കുന്നത്. അപ്പൊ നാമം ചൊല്ലിയത് കൊണ്ടോ കേട്ടത് കൊണ്ടോ വലിയ മഹത്വമൊന്നും ഇല്ലെങ്കിലും ഈ ധൃതരാഷ്ട്രപുത്രന്മാരുടെ പേരുകൾ ഇതിഹാസം ശ്ലോകരൂപേണ പറഞ്ഞിരിക്കുന്നത് നമുക്കും ഒന്ന് കേൾക്കാം.
ദുര്യോധനോ യുയുത്സുശ്ച രാജൻ ദുശാസനസ്തഥാ ദുസ്സഹോ ദുശ്ശലശ്ചൈവ ജലസന്ധഃ സമഃ സഹ വിന്ദാനുവിന്ദോ ദുർധർഷസ്സു ബാഹുരു ദുഷ്പ്രധർഷണ ദുർമർഷണോ ദുർമുഖശ്ച ദുഷ്കർണ കർണയേവ ച വിവിംശതിർവികർണശ്ച ശല സത്വസുലോചന ചിത്രോപചിത്രൗ ചിത്രാക്ഷശ്ചാരു ചിത്രശരാസന ദുർമദോ ദുർവിഗാഹശ്ച വിവിൽസുർവികടാനന ഊർണനാഭസ്സുനാഭശ്ച തഥാ നന്ദോപനന്ദകൗ ചിത്രബാണശ്ചിത്രവർമാ സുവർമാ ദുർവിരോചന അയോ ബാഹുർമഹാബാഹുർചിത്രാംഗചിത്രകുണ്ടല ഭീമവേഗോ ഭീമബലോ ബലാഗീ ബലവർദ്ധന ഉഗ്രായുധസുഷേണശ്ച കുണ്ടോദരമഹോദരൗ ചിത്രായുധോ നിഷംഗീ ച പാശീവൃന്ദാരകസ്തഥാ ദൃഢവർമാ ദൃഢക്ഷത്ര സോമകീർത്തിരനൂദര ദൃഢസന്ധോ ജരാസന്ധ സത്യസന്ധ സദസ്സുവാഗ് ഉഗ്രശ്രവ ഉഗ്രസേന സേനാനീർദുഷ്പരാജയ അപരാജിത പണ്ഡിതകോ വിശാലാക്ഷോ ദുരാധര ദൃഢഹസ്ത സുഹസ്തശ്ച വാദവേഗസുവർച്ചസൗ ആദിത്യകേതുർബ്രഹ്വാശി നാഗദത്തോഗ്രയായപി കവചീക്രഥന ദണ്ഡീ ദണ്ഡധാരോ ധനുർഗ്രഹ ഉഗ്രഭീമരഥൗ വീരൗ വീരബാഹുരലോലുപ അഭയോ രൗദ്രകർമാ ച തഥാ ദൃഢരഥാശ്രയ അനാധൃഷ്യ കുണ്ടഭേദി വിരാവീ ചിത്രകുണ്ടല പ്രമഥശ്ച പ്രമാധീ ച ദീർഘരോമശ്ച വീര്യവാൻ ദീർഘബാഹുർമഹാബാഹുർവ്യൂഢോരു കനകധ്വജ കുണ്ടാശീ വിരജാശ്ചൈവ ദുശ്ശലാ ച ശതാധിക. എന്തിനാ ഇവരുടെ പേരുകൾ ഇങ്ങനെ വിശദമായി തന്നെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഒരു നർമ്മരൂപേണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അബദ്ധത്തിൽ പോലും ഈ പേരുകളൊന്നും നമ്മുടെ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാതിരിക്കാനാവണം. കാരണം നമ്മളൊക്കെ പലപ്പോഴും ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളെ എടുത്ത് അവരിലെ ചില ഇതിഹാസകാരൻ വർണ്ണിച്ചതിൽ നിന്ന് വളച്ചൊടിച്ച് അവരെയൊക്കെ വീരനായകന്മാരാക്കി ചിത്രീകരിക്കുന്ന ആളുകളാണ് പലരും. പക്ഷെ ഇവരാരും എവിടെയും സ്വന്തം മക്കൾക്ക് ദുര്യോധൻ എന്നോ ദുശാസൻ എന്നോ ശകുനി എന്നോ ഒന്നും പേരിട്ട് കൊടുത്തതായി നമ്മൾ കേട്ടിട്ടില്ല. എന്ന് പറയുന്നത് പോലെ ഈ ജീവിതത്തിൽ അസൂയയും അത്യാഗ്രഹവും ഒക്കെ പ്രതികാരബുദ്ധിയും ഒക്കെ കൊണ്ടു നടന്നവരായിരിക്കുന്ന ഈ ആളുകളുടെ പേരുകൾ അബദ്ധത്തിൽ പോലും നമ്മൾ നമ്മുടെ കുട്ടികൾക്കോ പരമ്പരകൾക്കോ ഇട്ടുകൊടുക്കാതിരിക്കാനാവണം ആ പേരുകൾ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നത്. ആരും നമ്മുടെ കുട്ടികൾക്ക് രാമായണം വായിച്ചിട്ട് ശൂർപ്പണഖയെന്നോ താടകയെന്നോ ഒന്നും പേരിടാറില്ലല്ലോ. അതേപോലെ അരുതാത്തതെന്ത് എന്നുകൂടി വ്യക്തമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പേരുകളോടും നമുക്ക് ആ വൈമുഖ്യം സ്വാഭാവികമായും ഉണ്ടാവും. എന്തായാലും ഇതിഹാസം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആഴത്തിൽ തന്നെ ഒരു മഹത്തരമായ സംസ്കൃതിയെ പകർന്നു തരുന്ന ഒന്നാണ്. മഹാഭാരതം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മകഥയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്കൊക്കെ സ്വയം ശുദ്ധീകരിക്കുവാനുള്ള ഇതിഹാസ തീർത്ഥത്തിലൂടെയുള്ള യാത്ര ഇനിയും തുടരും. നമസ്കാരം. ക്ഷരമരുളുന്നു ജ്ഞാനത്തിൻ മഹിതാകാശം രായെന്നക്ഷരമരുളുന്നു വീര്യമുണർത്തും ചരിതങ്ങൾ തായെന്നക്ഷരമരുളുന്നു താത്വിക ദർശന മന്ത്രങ്ങൾ ഭാരതമങ്ങനെ നിറയുന്നു വിശ്വം മുഴുവനും ഏകതയായി മഹാഭാരതം മഹാഭാരതം
ആ